Hi all, welcome to Learnu. So in our next video, Max Keen question paper solving the next video. Okay. So last video, we question number 3 were complete. Next question number 5. Sorry, 4. Let f of x equal to log 5 of x where x is greater than 0 and g of x is equal to cos inverse x where x equal to minus 1 less than or equal to x less than or equal to 1. Then the domain of g of x. G of x in a domain വേണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. Okay. So ഇവിടെ ആദ്യം നമുക്ക് തന്നിട്ടുണ്ട് f of x എന്ന് പറയുന്നത് log to the base 5 of x has domain x greater than 0. ഇനി g of x നമുക്ക് question തന്നിട്ടുണ്ട് cos inverse x. Okay. So നമുക്കിവിടെ അതിൻ്റെ ഡൊമൈൻ തന്നിട്ടുണ്ട് -1 to 1 ഇതിനകത്ത് തന്നിട്ടുണ്ട് ഇൻ്റർവെല്ലാണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻക്ലൂഡിങ് -1 and 1. ഓക്കെ, സോ നമുക്കിവിടെ ജി ഓഫ് എഫ് വേണം കണ്ടുപിടിക്കാൻ. ജി ഓഫ് എഫ് കണ്ടുപിടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കണം, ഈ നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സിൻ്റെ ഫംഗ്ഷൻ ഈ ഡൊമൈൻ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ വരണം. എന്നാലേ നമുക്ക് ജി ഓഫ് എഫ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ജി ഓഫ് എഫ് ആണ് കണ്ടുപിടിക്കുക, എഫ് ഓഫ് ജി അല്ല, ജി ഓഫ് എഫ്. ജി ഓഫ് എഫ് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ എഫിൻ്റെ ഫംഗ്ഷൻ എവിടെ വരണം, -1നും 1നും ഇടയിൽ വരണം. ഓക്കെ, സോ അതാണ് കണ്ടീഷൻ. സോ ലോഗ് to the base 5 x is an element of -1, 1. ഓക്കെ, സോ ഇനി നമ്മൾ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പോവാം, അത് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പോവാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ ഒരു ലൈനിൻ്റെ ലോഗ് 5xൻ്റെ ലോഗ് ടു ദ ബേസ് 5 ഓഫ് എക്സ് ഇതിൻ്റെ വാല്യൂ എന്തിൻ്റെയൊക്കെ ഇടയിലാണ് കിടക്കേണ്ടത്, -1ൻ്റെയും 1ൻ്റെയും ബിറ്റ്വീൻ വരണം എന്നാണ് അതിൻ്റെ മീനിങ്. നമ്മളിതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എക്സ്പോണൻഷ്യൽ എടുക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഈ ലോഗും എക്സ്പോണൻഷ്യലൂടെ ആകുമ്പോൾ ക്യാൻസൽ ആയി പോയിക്കോളും. ഈ 5 അപ്പോൾ ഈ സൈഡോട്ട് വരുമ്പോൾ എന്താവും, 5 ഇൻവേഴ്സ് ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5⁻1 നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിലാക്കിയതാണ്. ഓക്കെ, സോ 5 ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/5 ആണ് മീനിങ്. 1/5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് വരും. ഓക്കെ, next question. Let z is equal to 1 plus 1 by I, then the value of z raised to 4. Z raised to 4 ന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് z ന്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്, 1 plus 1 by I എന്നാണ് തന്നേക്കുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് z is equal to 1 plus 1 by I അല്ലേ. അപ്പം നമുക്ക് ആ 1 by I ഒന്ന് സിംപ്ലിഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ 1 by I സിംപ്ലിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 by I നമ്മൾ കോൺജുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിനോമിനേറ്ററിൻ്റെ വാല്യൂവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൊടുത്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിനാണ് കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1 × -i എന്ന് പറയുമ്പോൾ -i ഡിവൈഡഡ് ബൈ 1 × -i എന്ന് പറയുമ്പോൾ i × -i എന്ന് പറയുമ്പോൾ i² ആവും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -i ഡിവൈഡഡ് ബൈ i²ൻ്റെ വാല്യൂ എത്രയാണ്, -1. ഈ ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയിപ്പോവും, ദാറ്റ് ഈസ് i എന്ന് കിട്ടും. ഇതിവിടെ ഞാൻ സ്റ്റെപ്പാക്കി എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ i കിട്ടി. അപ്പോൾ ഇപ്പോൾ എത്രയായി, z ഈസ് ഈക്വൽ ടു 1 plus 1 by I ആയിരുന്നു ക്വസ്റ്റ്യൻ. ആ 1 by Iൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് i എന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ z ഈസ് ഈക്വൽ ടു 1 plus i എന്ന് കിട്ടും. ഓക്കെ, സോ ഇനി നമുക്ക് z² അല്ലേ കണ്ടുപിടിക്കണ്ടേ. സോ z² കണ്ടുപിടിക്കാൻ 1 plus i the whole square എടുക്കും. ഓക്കെ, 1 plus i the whole square എന്ന് പറയുമ്പോൾ a plus b the whole square അപ്ലൈ ചെയ്യുക. അപ്പോൾ a² plus 2ab plus b² അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 plus 2 ഈ 1² 1 അതാണ് എഴുതിയേക്കുന്നത്, പ്ലസ് 2i പ്ലസ് i²ൻ്റെ വാല്യൂ -1. സോ ഈ 1ഉം ഈ 1ഉം കൂടെ 0 ആയി പോകും, പിന്നെ ഉള്ളത് 2i. സോ 2i എന്ന് കിട്ടി. അപ്പോൾ z²ൻ്റെ വാല്യൂ എത്ര കിട്ടി, 2i എന്ന് കിട്ടി. നമുക്ക് ശരിക്കും കണ്ടുപിടിക്കേണ്ടത് എന്താണ്, z raised to 4 ആണ്. ദാറ്റ് ഈസ് z²ൻ്റെ സ്ക്വയർ വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ z²ൻ്റെ വാല്യൂ ഇസ് 2i, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 4i². That is 4i². That is equal to 4 into i² value -1. That is equal to -4 എന്ന് കിട്ടും. Okay. Next question. The modulus of the complex number 2√2 plus I to √2 the whole square. Okay, നമുക്ക് സ്ക്വയർ എടുക്കണം, എന്നിട്ട് അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കണം. ഓക്കെ,
So the modulus of 2 root 2 plus I the 2 root 2 the whole square. അപ്പോൾ നമ്മൾ ആദ്യം ആ ഈ കോമൺ ആക്കി എടുക്കുവാണ്. ഇതിൻ്റെ അകത്തുനിന്ന് 2 root 2നെ കോമൺ ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 plus I കിട്ടും. ആ സ്ക്വയർ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, ഇപ്പം നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഡബ്ല്യൂനെ ആയിട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? സ്ക്വയർ ഇല്ലാണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 root 2 plus I 2 root 2 എന്നുള്ളത് നമ്മൾ ഡബ്ല്യു ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്നൊരു 2 root 2 കോമൺ എടുക്കുന്നു. 2 root 2 കോമൺ എടുത്താൽ പിന്നെ ഇവിടെ എന്തുണ്ട്? ഒന്നുമില്ല. സോ 1. സോ 1 പ്ലസ് ഇവിടെ എന്തുണ്ട്? 2 root 2 കോമൺ എടുത്താൽ I ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഡബ്ല്യുവിൻ്റെ വാല്യൂ ഇപ്പോൾ കിട്ടി. ഈ ഡബ്ല്യുവിൻ്റെ മോഡുലസ് എടുക്കാം. ഓക്കെ, ഡബ്ല്യുവിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ ആ 2 root 2 അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി അടുത്തത് എന്ത് ചെയ്യും? നമ്മുടെ കോഎഫിഷ്യൻസ് എടുത്തിട്ട് സ്ക്വയർ എടുക്കും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ദാറ്റ് ഈസ് ഇവിടുത്തെ a സ്ക്വയർ പ്ലസ് ഐൻ്റെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ വരും. സോ ഇവിടെ റൂട്ട് ഓഫ് 1 ആയതുകൊണ്ടാണ് ഞാൻ സ്ക്വയർ ഇടാത്തത്. a സ്ക്വയർ പ്ലസ് ബി സ്ക്വയറാണ് വരുന്നത്. റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് 2 എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? 2 root 2 ഇൻറ്റു ഈ മോഡുലസിൻ്റെ ഒരു റൂട്ട് ഉണ്ട്, റൂട്ട് 2 എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് രണ്ടും കൂടി റൂട്ട് 2 കൂടെ എന്താവും? 2 എന്നാവും. അപ്പോൾ 2 × 2 4 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടി? ഡബ്ല്യുവിൻ്റെ വാല്യൂ. മോഡുലസ് ഓഫ് ഡബ്ല്യു എത്രയെന്ന് കിട്ടി? 4 എന്ന് കിട്ടി. അപ്പോൾ മോഡുലസ് ഓഫ് നമുക്ക് ഡബ്ല്യു സ്ക്വയർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡബ്ല്യുവിൻ്റെ മോഡുലസിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. ദാറ്റ് ഈസ് 4ൻ്റെ സ്ക്വയർ എടുത്താൽ മതി. ദാറ്റ് ഈസ് നമുക്ക് എത്ര കിട്ടും? 16 എന്ന് കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ ഇ 16 ഈസ് ദ ആൻസർ.